ഡിയർ സ്റ്റുഡൻസ്, ഫ്രണ്ട്സിന്റെ കൂടെ ഒപ്പം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു വ്യത്യാസം മനസ്സിലാക്കി കാണും. മറ്റൊന്നുമല്ല, നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മളിൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട പല കുട്ടികളും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഉദ്ദേശിച്ച ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വഴി അന്വേഷിച്ചു പോകും. എന്നാൽ മറ്റു ചിലർ ഈ ഒരു മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട പാഠത്തിന് ചിലപ്പോൾ ഒരു ഹാഫ് ഡേ തന്നെ എടുക്കും, അല്ലെ? അപ്പൊ നമുക്ക് പലപ്പോഴും വിഷമം തോന്നും, അല്ലെ? കാരണം ഞാനും അവനും ഒരേ ക്ലാസ്സിലൊപ്പം ഇരുന്നാ പഠിക്കുന്നത്, ഒരേ നോട്ട്സ് വെച്ചാണ് പഠിക്കുന്നത്, ഒരേ അധ്യാപകനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അവനെല്ലാം തന്നെ കംപ്ലീറ്റ് ആയി പഠിച്ച് കിടന്നുറങ്ങാൻ പോയി. എന്നാൽ ഞാനോ വീണ്ടും ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവും രാത്രികളിൽ. അതേപോലെ തന്നെ പാരൻസിനോടാണ്. പാരൻസും വിചാരിച്ചിട്ടുണ്ടാവും ഒരേ സിറ്റുവേഷനിൽ ഒരേപോലെ മാർക്കും അല്ലെങ്കിൽ ഒരേപോലുള്ള അധ്യാപകർ ഒരേ സ്കൂളിൽ ഒരേ സറൗണ്ടിങ്സിൽ പഠിക്കുന്ന കുട്ടി, എൻ്റെ കുട്ടി മാത്രം എന്താണ് ഇങ്ങനെ? അതാണ് നമ്മൾ എപ്പോഴും കമ്പാരിസണിലേക്ക് എത്തിക്കുന്നത്. അതിനെല്ലാം കൂടെ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, മറ്റൊന്നുമല്ല. നമ്മുടെ മുറ്റത്തുള്ള വിവിധ തരം ചെടികളെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെ? അതായത് നമ്മൾ ഒരേ സമയത്ത് പ്ലാന്റ് ചെയ്തിട്ടുള്ള റോസും ഹിബിസ്കസും അല്ലെങ്കിൽ മുല്ലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒരേ സമയത്ത് പൂക്കും? ഒരിക്കലും ഇല്ല. എല്ലാ വസ്തുക്കൾക്കും അല്ലെങ്കിൽ ഓരോ ചെടികൾക്കും ഓരോ സമയമുണ്ട് അത് പൂക്കാൻ, അല്ലെങ്കിൽ അതിനൊരു ടൈം എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കുട്ടികളും. അതായത് ഓരോരുത്തരും അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ ഐക്യു അനുസരിച്ചിട്ട് ചിലർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, ചിലർ കുറച്ച് സാവധാനം പഠിക്കും. സാവധാനം പഠിക്കുക എന്നുള്ളത് വീക്കാണെന്നൊന്നുമല്ല അർത്ഥം. അതായത് നമുക്ക് ഒരു ഐക്യു ലെവലിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് മാത്രമാണ് ഇത്തരം വേരിയേഷൻ വരുന്നത്. സോ നിങ്ങൾ കുട്ടികൾ ഒരിക്കലും എന്തുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് പഠിച്ചിറങ്ങി പോകുന്നു, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പാരന്റ്സ് ഡോണ്ട് വാണ്ട് ടു കമ്പയർ വിത്ത് അതേഴ്സ്. താങ്ക് യു.